ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെയിറ്റ് ലൂസൊക്കെ ചെയ്യുന്ന സമയത്ത് ചോറിന് പകരം കഴിക്കാൻ പറ്റുന്ന കിൻവ വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ. ഞാനൊരു കിൻവ സാലഡിൻ്റെ റെസിപ്പി ഇട്ടപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിൻവ എന്താണെന്ന്. അപ്പോൾ കിൻവ എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. കിൻവ എന്ന് പറയുന്നത് ഒരു ധാന്യമാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ കിൻവയാണ്. ഇത് കുതിരവാലി, ചാമ, തീന എന്നൊക്കെ പറയും. ഇത് നമ്മുടെ എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും അതുപോലെ ഓൺലൈനിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇതൊരു സൂപ്പർ ഫുഡ് എന്നാണ് പറയുന്നത്. വെയിറ്റ് കുറയ്ക്കാൻ നമ്മളെ ചോറിന് പകരമായിട്ട് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ കിൻവ എന്ന് പറയുന്നത്. ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഫൈബറും ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും വിശക്കത്തില്ല. ആ വഴി നമ്മുടെ വെയിറ്റൊക്കെ നല്ലതായിട്ട് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഇത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പല കളറിൽ നമുക്ക് വാങ്ങിക്കാനായിട്ടും വൈറ്റ്, റെഡ്, ബ്ലാക്ക് അങ്ങനെ 3 കളറിൽ കിട്ടും. ഞാനിവിടെ വൈറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് വാങ്ങുന്നത്. ഇതോട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചോറിന് പകരമായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന പോലെ തന്നെ പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതൊരു ദോശ ഉണ്ടാക്കി കഴിക്കാം, സാലഡിൽ ചേർത്ത് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. ഇതൊരു അടിപൊളി ഫുഡാണ്. ഇന്ന് നമുക്ക് കിൻവയും മുട്ടയും ചേർത്തിട്ടുള്ള ചോറിന് പകരം കഴിക്കാമെന്ന ഒരു അടിപൊളി ലഞ്ച് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കിൻവയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചെറിയൊരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്പിലോ ഗ്ലാസ്സിലോ ഒക്കെ എടുക്കാം. ഇനി ഇത് നല്ലോണം ഒരു 3-4 പ്രാവശ്യം നല്ലോണം ഞെരടി കഴുകിയെടുക്കണം. ഇതിനൊരു ചെറിയ കയ്പ്പ് രസമുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നല്ലോണം ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുന്നത്. എന്നിട്ട് അതൊരു 10-15 മിനിറ്റ് നമുക്ക് കുതിരാനായിട്ട് വെക്കാം, അതൊന്ന് കുതിർന്ന് വരാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. നമുക്ക് 1/2 ഗ്ലാസ് ആണല്ലോ ഞാൻ എടുത്തിരുന്ന കിൻവ, അതിന് 1 ഗ്ലാസ് ഇരട്ടി വെള്ളം വെച്ച് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ വെള്ളം നല്ലോണം ഒന്ന് വെട്ടിത്തിളച്ച് വരട്ടെ. അപ്പോൾ നല്ലോണം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മുടെ കിൻവ വെള്ളം മാറ്റാൻ വെച്ചിരുന്ന കിൻവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തൊരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെറു തീയിൽ വെച്ചിട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് ചെറു തീയിൽ വെച്ച് വേവിച്ചെടുക്കാമേ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാമേ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ കിൻവ ഒന്ന് വെള്ളം വറ്റി വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വേവൊക്കെ നമ്മുടെ വേവിനനുസരിച്ച് എടുത്ത് അതൊരു 10-15 മിനിറ്റ് എന്തായാലും വേണം. ഇപ്പോൾ വെന്തിട്ടില്ല, ഇച്ചിരിയൂടെയൊക്കെ വെള്ളം അതിൽ വറ്റാനുണ്ട്. അപ്പം ഞാൻ ചെറുതീയിൽ ഒന്നും കൂടെ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ 5 മിനിറ്റായി. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ലോണം കിൻവ വെന്ത് വന്നിട്ടുണ്ടേ. ഇപ്പം നമ്മൾ ഓർക്കും ഇത് കുഴഞ്ഞിരിക്കുകയാണ്, തണുത്ത് കഴിയുമ്പോൾ ഇതങ്ങ് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലോട്ട് 1 സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതിന് വരെ ഒന്ന് വഴറ്റിയെടുക്കാമേ. അത് വഴണ്ട് വരുമ്പോഴത്തേക്കും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി അതൊക്കെ നമുക്ക് ആ സൈഡിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1-2 മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 1 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളേ. ഇനി അത് നമുക്കൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. പിന്നെ നമുക്ക് അതിലോട്ട് പൊടികളായിട്ട് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂണ് ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാമേ. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കിൻവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട്
നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കിൻവയും മുട്ടയും ചേർത്തിട്ട് നല്ലൊരു ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന് പകരമായിട്ടൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലൂസ് ഒക്കെ ചെയ്യുന്നവർക്ക് ചോറിന് പകരം ചപ്പാത്തി കഴിക്കുന്നതിനൊക്കെ പകരമായിട്ട് ഈ ഒരു അടിപൊളിയായിട്ടുള്ള കിൻവ കൊണ്ടുള്ള ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ഒരു ഫുഡാണ്, കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു ടോപ്പ് വീണ്ടും കാണാം. ടാറ്റാ.